കേന്ദ്രമില്ലി കൊണ്ടുപോയി ഇന്നെ വരികയാണ് പറഞ്ഞ് ഫോണിൽ വിളിച്ച് പറഞ്ഞു. നീ കൊടുത്തിട്ട് പോകാൻ എല്ലാവരും നിമിത്തി എന്ത് പറഞ്ഞു. ഞാൻ നമുക്കിവിടെ വെക്കാനും ദൂഷിക്കാനും ഇല്ല സ്ഥലം. അതായത് ഇപ്പൊ 23 സംതിങ് ആണ് കേന്ദ്രം തരുന്നത്. ഇതിന്റെ 6 മുടം കൂടിയിട്ടാണ് 30 രൂപയായിട്ട് മാറുന്നത്. ഇപ്പൊ 6 ഞാൻ ഇന്നലെ പാർലമെന്റിൽ പ്രസംഗിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. ഈ ഓർഡർ എടുത്തിട്ട് ഞാൻ പ്രസംഗിച്ചു. ഇവരുടെ പാർലമെന്റിലെ കേന്ദ്ര ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയുടെ ഒരു ഓർഡറാണത്. അത് പറയുന്ന വാദം വിചിത്രമാണ്. ഞാൻ അതും കൂടെ പറഞ്ഞു തമാശയാക്കിയിട്ട്. അതായത് നെൽകൃഷി കൂടുതലായിട്ട് വരുന്നത് കൊണ്ടും ഉൽപാദനം കൂടുന്നത് കൊണ്ടും ഇതിന്റെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ നെൽകൃഷി ചെയ്യുന്നത് ഒരു മഹാപാപമായി പോയോ കുറ്റമായി പോയോ എന്ന് ഞാൻ ചോദിച്ചു പാർലമെന്റിൽ. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷി, എനിക്കറിയാം കുട്ടനാടും ഞാൻ നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഇത് തന്നെ സ്ഥിതി. അപ്പോൾ നെൽകൃഷി ചെയ്യുന്നവരെന്ന് മക്കളോടുള്ള ഈ സമീപനം ഇങ്ങനെ ആവുന്ന എങ്ങനെ? സമഗ്ര കൃഷി വികസനം പറഞ്ഞിട്ട് ഇവര് ഇത്രയും ഫണ്ട് ചെലവാക്കേണ്ട കാര്യമില്ലല്ലോ. അത് കുറച്ച് സമഗ്ര കൃഷി വികസനം പറഞ്ഞ് നമ്മൾ അത്രയും നെല്ലുണ്ടാക്കാൻ വേണ്ടി ചെയ്ത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഈ യൂറിയ കിട്ടാതെ യൂറിയ കിട്ടാനേ ഇല്ല. 290 റുപ്യന്റെ യൂറിയക്ക് പകരം ഞങ്ങൾ 1675 റുപ്യന്റെ കൂട്ടുവളമാണ് ഉപയോഗിക്കാൻ നിർബന്ധിതരായതാണ്. കൂട്ടുവളം എന്ന് പറഞ്ഞാൽ എന്താണ്? 16% യൂറിയ ഉണ്ടാവും. പിന്നെ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ ചോദിക്കുന്നത്, സിവിൽ സപ്ലൈസിന്റെ ഈ സംഭരണം ഇവിടെ നടക്കുന്നേയില്ലേ നിങ്ങളുടെ പാടങ്ങളിൽ? നടക്കുന്നുണ്ട്. അതിന്റെ അനുസൃതമായി നടന്നിട്ടേ ഇല്ല. നടന്നു കഴിഞ്ഞാൽ അതിന്റെ അവര് പൈസ എപ്പോഴാ തരിക? പൈസ ഒരു 6 മാസം ഇല്ലല്ല, ഇപ്പോഴും തന്നിട്ടില്ല. ഈ സെപ്റ്റംബർ നവംബർ ഡിസംബർ എടുത്ത നെല്ലിന്റെ പൈസ SBI ഇന്നും തന്നിട്ട് നാമമാത്രമായിട്ട് കാനറ ബാങ്ക് തന്നെ SBI തന്നിട്ടില്ല. ഇവരിപ്പോ കാർഷിക സംഘങ്ങൾ എടുക്കാറുണ്ട്. പാലക്കാട് കോഓപ്പറേറ്റീവ് സംഘങ്ങൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം? ഇന്നിപ്പോ അവിടുന്ന് ഒരു സംഘത്തിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, സംഘങ്ങൾ എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ സംഘങ്ങൾക്ക് ഭയങ്കര പ്രതിസന്ധിയിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അവർ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് ഇപ്പം തരില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഗവൺമെന്റ് പൈസ തരുള്ളൂ പറഞ്ഞു. അപ്പൊ അത് സംഘങ്ങളെ പ്രതിസന്ധിയിലാണെന്നാണ് പാലക്കാട് തലയിൽ വെക്കുക. അതാണെന്നാണ് അവരോട് പറഞ്ഞത്. അതാണ് സത്യം. അതായത് മാറ്റും ഇലക്ഷന് മുന്നോടിയായിട്ട് സംഘത്തിന്റെ പൈസ എടുത്ത് കൃഷിക്കാർക്ക് അപ്പൊ ഞങ്ങൾ തന്നു എന്നായല്ലോ. പിന്നെ സംഘത്തിന് പൊളിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റേ കരുവന്നൂർ മോഡൽ ഇവിടെ ഏത് വിത്താണ് നമ്മൾ വിതക്കുന്നത്? ഉമയാണ് ഏറ്റവും കൂടുതലുള്ളത്. 140 ദിവസം മൂപ്പുള്ള വിത്ത. 140 ദിവസം മൂപ്പുള്ള വിത്ത. ഈ പിന്നെ നമ്മളെ കീടനാശിനിയുടെയും വളത്തിന്റെയും ഒക്കെ വില എന്താണ്, എങ്ങനെയാ സ്ഥിതി? കീടനാശിനി വിലയുണ്ട്, അത് പിന്നെ സബ്സിഡി എപ്പോഴും കിട്ടില്ല. അതിന്റെ വളം ഇപ്പൊ എല്ലാ വളത്തിനും 1400 രൂപ, വളത്തിന് 1675 യൂറിയക്ക് മാത്രം 265 290. ബാക്കിയെല്ലാം 250-300 രൂപ വെച്ച് ഈ സീസണിൽ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഉണ്ടായിരുന്നതിൽ വെച്ചിട്ട് അത്രയും വില കൂടിയിട്ടുണ്ട്. പണിക്കാരാണല്ലേ? നെല്ല് 10 വരയ്ക്ക് അടങ്ങ് വെച്ച് നെല്ല് കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയിട്ട് അത് 22 തരാ പറഞ്ഞു. പിന്നെ നെല്ല് നോക്കിയും കൊണ്ട് 22 തരുമെന്ന് പറഞ്ഞു. മേനെ എന്ത് ഈർപ്പുണ്ട് കേന്ദ്രമില്ലി കൊണ്ടുപോയി ഇന്നെ വരികയാണ് പറഞ്ഞ് ഫോണിൽ വിളിച്ച് പറഞ്ഞു. നീ കൊടുത്തിട്ട് പോകാൻ എല്ലാവരും നിമിത്തി എന്ത് പറഞ്ഞു. ഞാൻ നമുക്കിവിടെ വെക്കാനും ദൂഷിക്കാനും ഇല്ല സ്ഥലം. ആകെ 10 വരയ്ക്ക് കണ്ടുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വെക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് അങ്ങനെ കൊടുത്തും കൊണ്ട് വന്നു. അല്ല, ഒരു കാലത്ത് കർഷക തൊഴിലാളി മൂവ്മെന്റ് ഏറ്റവും ശക്തമായ മണ്ണല്ലേ പാലക്കാട്? 4, 5, 10, 15 പേർക്ക് കണ്ടുള്ള ആൾക്കാരാണ്. അവരവരുടെ സ്വന്തം കൃഷിയിൽ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ ശരിക്കും പാടത്ത് പണിയെടുക്കുന്നതിന് അതിന്റെ ആരോഗ്യം ഇപ്പൊ കാണുന്നത് ആ പണിയെടുക്കുന്നതിന്. മണ്ണിൽ കിടന്ന് പണിയെടുക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും പറ്റൂല ഇപ്പൊ. നിങ്ങളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? കേന്ദ്ര സർക്കാർ ഇത് കുറച്ച് അത് പിൻവലിക്കണം. അത് നമ്മൾ സമയക്രമത്തിനനുസരിച്ച് നമുക്ക് നെല്ലെടുക്കുക, അതിന്റെ പൈസ ഉത്പാദിപ്പിച്ചിട്ട് ഇപ്പൊ ക്രോപ്പ് കട്ടിങ് നടത്തും. ഇവര് വന്നിട്ട് ഒരു പ്രദർശനം നടത്തും. 2200 കിലോ എടുക്കാൻ വേണ്ടി ക്രോപ്പ് കട്ടിങ് നടത്തി 2700 കിലോ ആക്കിയാലും 2200 എടുക്കും. ആ ക്രോപ്പ് കട്ടിങ് നടത്തുന്ന ഒരു പ്രദർശനം വേറെ. കാരണം ഇപ്പൊ രണ്ടാമത്തെ സീസണിൽ 2500 കിലോ ഒരു നെല്ല് ഒരു ക്രമത്തിനനുസരിച്ച് എടുക്കണം. കാരണം ഇപ്രാവശ്യം വിളവുണ്ടാവും. കാരണം ഇതിലെന്താ പറയുക, കൃഷി മാത്രം ഉപജീവനം ആക്കിയ ഒരു കർഷകനും ജീവിച്ച് രക്ഷപ്പെടണ്ട. ആ ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവർക്കും ജപ്തി നോട്ടീസ് വന്നിട്ട് നമ്മൾ ഇത് നിങ്ങൾ മറ്റേ സ്കീമിൽ എടുത്തതാണോ? അല്ല, നമ്മള് കോപ്പറേറ്റീവ് ബാങ്കിൽ എടുത്താണ്. പിന്നെ ഗ്രാമീണ സർഫാസിൽ ആരും എടുത്തില്ലല്ലോ. കോപ്പറേറ്റീവ് ബാങ്കും മറ്റേ നാഷണൽ ബാങ്കിന്റെ ഈ കാർഷിക ലോൺ ഉണ്ട് 3 ലക്ഷം, അതെടുത്തിട്ടുണ്ട്. അത് എടുക്കാതെ കഴിയില്ല. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കേണ്ടി വന്നു.
നമ്മുടെ പുതിയ സർക്കുലർ ഈ 6.25 ഉറുപ്പ്യൻ്റെ. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ചർച്ചയായിരുന്നു ധനകാര്യമന്ത്രി ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു ഇതിനപ്പുറം ഒരു വലിയ ക്രൂരത കൃഷിക്കാരോട് കാണിക്കാനില്ല. 23 രൂപ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ സബ്സിഡി ആയിട്ടാണ് 6 കേന്ദ്രം കൊടുക്കുന്നത്, 6 രൂപയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അത് കൊടുക്കണ്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അതിൻ്റെ വിചിത്രമായ ന്യായം കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു, ഉൽപ്പാദനം കൂടുന്നു. പിന്നെ അപ്പോൾ കൃഷി വേണ്ടാന്ന് വെച്ചേക്കാന്ന പിന്നെ ലോകത്തിൽ ആദ്യമായിട്ടാണ് അധികം. അപ്പോൾ അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്, ഞാൻ ഇന്ന് പാലക്കാട് വരുന്നുണ്ട്, വേറെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒന്ന് കണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് പാർലമെൻറ്റിലൊക്കെ പ്രസംഗിക്കുമ്പോഴും അവരോടൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ അനുഭവങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എന്തായാലും ഇലക്ഷൻ നടക്കാൻ പോകണല്ലോ, ഞങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഈ കൃഷിക്കാരുടെ നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാവും അവിടെ ഉണ്ടാവും. കാരണം കൃഷിക്കാരില്ലാതെ നാട് നിൽക്കില്ല. നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മീറ്റിങ്ങിൽ വന്ന് പറയല്ല, ഈ നാട്ടിലെ മുഴുവൻ ആക്കും ചോറ് കൊടുക്കുന്നവരാണ്, ഈ അന്നം കഴിക്കുന്നത് എന്തുകൊണ്ടാണ്. പിന്നെ നമ്മളിപ്പം കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വന്നിട്ട് ആ അരിയൊക്കെ എന്ത് ക്വാളിറ്റിയാണൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷിക്കാരനെ നിലനിർത്തേണ്ടത് ഈ ഭൂമിയുടെ ആവശ്യമാണ്, നാടിൻ്റെ നന്മയുടെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കും ഉണ്ട് കൊച്ചു കൃഷിയൊക്കെ. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്.